എല്ലാ കാലത്തും മലയാളി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്പം വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ 70കളിൽ നമ്മൾ ഗൾഫിലേക്ക് കൂട്ടത്തോടു കൂടിയാണ് പോയിട്ടുള്ളത്. അന്ന് നമ്മളാരും പറഞ്ഞില്ല പോയി എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇതിനു മുമ്പും കേരളത്തിൽ പഠിച്ചില്ലെങ്കിൽ കുട്ടികൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ പഠിച്ചിരുന്നു. അവരിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിന് ഒന്ന് രണ്ട് കാരണങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ എന്താണ്, നല്ല വിദ്യാഭ്യാസം കിട്ടും എന്നുള്ള ഒരു തോന്നൽ, പ്രത്യേകിച്ച് ഭാഷയിലും മറ്റും ഒരു പ്രാവീണ്യം നേടാം എന്നുള്ള ഒരു തോന്നലെന്ന്. രണ്ട്, യുവാക്കൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം അവർക്ക് കിട്ടുന്നുണ്ട്, സാമൂഹിക സുരക്ഷ ഉൾപ്പെടെയുള്ള. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ രാത്രിയിൽ ഏത് സമയത്ത് ഇറങ്ങി നടന്നാലും അവർക്ക് ഭയക്കാത്ത ഒരു സാമൂഹിക സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവർ ആ രാജ്യങ്ങളിലേക്ക് പോകുന്നു. മൂന്ന്, ഈ പറഞ്ഞതുപോലെ വരും കാലത്ത് അവർക്ക് അവിടെ ചേക്കേറാൻ കഴിയും, അവിടെ സെറ്റിലാവാൻ കഴിയും എന്നുള്ളത് ഒരു സാധ്യത. അങ്ങനെ പല സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും കൊണ്ടാണ് അവരതിനെ പോകുന്നത്. അതിനെ നമുക്ക് തടയാൻ കഴിയില്ല, പോകുന്നവർ പോകട്ടെ എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട സാമൂഹിക സാഹചര്യങ്ങളും അതിന് തത്തുല്യമായ വിദ്യാഭ്യാസ നിലവാരവും ഇവിടെ ഉയർത്തിയാൽ അവരിവിടെ നിന്ന് പഠിച്ചുകൊണ്ട് പോകാനുള്ള മറ്റ് ജോലി നേടാനുള്ള സാധ്യത വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ഒരു താൽക്കാലിക പ്രതിഭാസമാവാം. കുറേ കഴിയുമ്പം കേരളത്തിൽ തന്നെ ആ കുട്ടികൾ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. കുറച്ച് കഴിയുമ്പം അവരവിടുന്ന് ആർജിച്ച അറിവും കഴിവും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ കൂടുതൽ ഗുണപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കഴിയുക എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ലോകകേരള സഭ ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. എത്രയൊക്കെ മലയാളികൾ പുറത്തു പോയാലും അവരുടെ കഴിവ് നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. അത് കൂടുതൽ കുട്ടികൾ പോകുന്നു, കൂടുതൽ അറിവാർജിക്കുന്നു, കൂടുതൽ തൊഴിൽ സ്ഥാപനങ്ങളിൽ എത്തുന്നു എന്നുള്ളത് നമുക്ക് ഗുണപ്രദമായി തീരത്തേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അത് പണം കൊണ്ട് മാത്രമല്ല, അവിടെ നിന്ന് കിട്ടുന്ന അറിവ് നമുക്ക് ഇവിടെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.